ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചിരിപ്പിക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇന്നൊരു തീം പാർക്കിലേക്ക് പോവാണ്, ലുസേൽ വിൻ്റർ വണ്ടർലാൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ പോകാൻ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വിൻ്ററിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ വിൻ്റർ സമയത്താണ് ഇത് തുറക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവിടെ പോകണമെങ്കിൽ ഒരു റൈഡിന് തന്നെ എങ്ങാണ്ട് 200-100 അല്ലേ റിയാൽ എങ്ങാണ്ടൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഏട്ടൻ്റെ മീൻസ് എയർപോർട്ടിൽ എന്തോ ഒരു നറുക്കെടുപ്പോ അങ്ങനെ എന്തോ ഒരു സംഭവം അല്ലേ അതെന്താന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. അതൊരു ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളെ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡ്രോ പോലെ വന്നിട്ട് കിട്ടും. കുറച്ച് തെരഞ്ഞെടുപ്പെടുത്ത ആൾക്കാർ കിട്ടും. മീൻസ് ഒരു ലക്കി ഡ്രോ പോലെ. അപ്പോൾ അതിൽ ഇന്നലെ ഏട്ടന് കിട്ടി. ഓക്കെ, സോ നമുക്ക് അൺലിമിറ്റഡ് റൈഡ്സ് ആണ് എന്നാണ് പറയണേ. സോ നമുക്ക് ഫാമിലിയിൽ നിന്ന് 3 മെമ്പേഴ്സിനെ എക്സ്ട്രാ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത്. നമ്മളപ്പം സ്റ്റെഫാനിയും ഇവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അവർക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. ഈ സ്ഥലം എനിക്ക് നല്ലോണം കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൂരം നിന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ഒരു തീം പാർക്കിലേക്ക് പോകാം. ഓക്കെ, കമോൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പുതിയതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വൈകിക്കാതെ തന്നെ ഇറങ്ങുകയാണ്. നമ്മളിത്തിരി കട്ടിയുള്ള ഇതൊക്കെ ഇൻഡൂൾ സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഏരിയ നല്ല തണുപ്പുള്ള ഏരിയ ആണ്. അപ്പം നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. ഓക്കെ, ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഇറങ്ങാൻ. ഓക്കെ, അത് റെഡി? എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പോൾ നോക്കാം, നമുക്ക് അവിടെ പോയിട്ട്. ലേസ് എനിക്ക് കെട്ടാൻ അറിയാഞ്ഞിട്ടില്ല, ഇത് ഞാൻ കെട്ടിയതാണ്. പക്ഷേ എനിക്ക് ജാക്കറ്റും എല്ലാം കൂടി ഇട്ടിട്ട് ഭയങ്കര തിക്ക് മുട്ടണം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോണത്. അപ്പോൾ മെട്രോ ഇത് വന്നിട്ട് നമ്മുടെ മൻസൂറയാണ്. മൻസൂരയിൽ നമ്മൾ മെട്രോ കയറി മുഷറിബിൽ പോകണം. മുഷറിബിൽ നിന്ന് വേണം നമുക്ക് വേറെ ഇതിലേക്ക് പോകാൻ. സോ ഇതാണ് മുഷറിബ് മെട്രോ സ്റ്റേഷൻ. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനിലൊന്നാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഓരോ ഇങ്ങനെ ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ, ഗോൾഡൻ ലൈൻ അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ലുസേൽ QNB എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സോ നമ്മൾ ലാസ്റ്റ് വരെ എത്തില്ല, ബട്ട് ലത്തീഫിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നമുക്ക് ട്രാമിൽ വേണം പോവാൻ. സോ ഇതാണ് മുഷറിബ് മെട്രോ സ്റ്റേഷൻ. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആണ് കേട്ടോ ഖത്തറിൽ. ഇവിടെ കുറേ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ അങ്ങനെ ലാസ്റ്റ് അതിൽ മെട്രോ ഒക്കെ കയറി ലത്തീഫിയയിൽ ഇറങ്ങിയ ശേഷം നമ്മൾ ട്രാം പിടിക്കാനായിട്ട് പോകണം. ട്രാമിൽ വേണം നമുക്ക് പോകാൻ. ട്രാമിൽ പോയിട്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നടന്നു പോകാനുണ്ട്. കുറച്ചൊരു ഐ തിങ്ക് ഒരു 30 മിനിറ്റ്സ് എങ്ങാണ്ട് നടക്കാനുണ്ട് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. സോ ഇതിങ്ങനെ പിങ്ക് ലൈൻ, ഓറഞ്ച് ലൈൻ അങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ട്രാമിൽ കയറാം കേട്ടോ. അങ്ങോട്ട് തന്നെ, അവിടെ തന്നെ. സോ ഇതാണ് നമ്മുടെ ട്രാം സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ട്രാം നമുക്ക് താഴെ ഇറങ്ങി താഴേക്ക് ഇങ്ങനെ എസ്കലേറ്ററിൽ ഇറങ്ങി ഇങ്ങനെ വേണം പോകാൻ. സോ ഈ ബോക്സ് പോലത്തെ സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ട്രാം ഓടുന്നത്. ഓക്കെ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ. അതൊക്കെ അവർ പക്കയാണ്. ഫുൾ ഇൻറ്റീരിയേഴ്സൊക്കെ അടിപൊളിയായി മെയിൻറ്റെയിൻ ചെയ്യണ ഒരു ഇതിലാണ്. അതിപ്പോൾ മെട്രോ എന്നല്ല, പുറത്ത് ഏത് സ്ഥലമായാലും ഉണ്ടോ. അപ്പോൾ നമ്മളെന്തായാലും താഴെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ സംഭവം വന്നു. ഓവർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവിടെ ഒരു ഡിസ്പ്ലേ ബോർഡൊക്കെ ഉണ്ടാവും. സൈഡിലിങ്ങനെ കാണിക്കും ഇത്ര മിനിറ്റിൽ വരും എന്നുള്ളത്. അപ്പോൾ നമ്മളെത്തിയപ്പോൾ ഒരു 3 മിനിറ്റിൽ വരുന്നതാണ് കാണിച്ചത്. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ ഡോറിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ മെട്രോ ട്രാമിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. സോ ഹിയർ ഈസ് അവർ ട്രാം. ട്രാം വന്നു, ഇതാണ് ട്രാം. ഓക്കെ, നല്ല ഭംഗിയാണിത് കാണാൻ. കഴിഞ്ഞ വട്ടം ന്യൂ ഇയർ ടൈമിൽ പോയ സമയത്ത് എനിക്കിത് ഇത്ര വൃത്തിയായി കാണിച്ചു തരാൻ പറ്റിയില്ല. സോ ഇതാണ് നമ്മുടെ ട്രാം കേട്ടോ. സോ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രണ്ട് സീറ്റിലേക്കാണ് കയറിയത്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ മെട്രോ കാർഡ് ഉണ്ട്. സോ അത് വെച്ച് നമ്മളിങ്ങനെ ടാപ്പ് ഇൻ ആൻഡ് ടാപ്പ് ഔട്ട് ചെയ്യണം. പക്ഷേ നമ്മൾ പ്രാവശ്യം ചെയ്തപ്പോൾ ഒരു കീ സൗണ്ട് വരുന്നതാണ്, അത് വന്നില്ല. എന്തോ ഒരു ഇതുണ്ട്, എന്താ പറയുക, മെഷീൻ വർക്കിംഗ് അല്ല. എനിവേസ് അത് കുഴപ്പമില്ല. എന്നാലും നമ്മൾ കയറി ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ കാണേണ്ടതാണ് നമ്മുടെ
ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം, ഇതാണ് ട്രാം. ഓക്കെ, നല്ല ഭംഗിയാണ്, മെട്രോനെക്കാട്ടിലും ഭംഗിയാണ് ട്രാം കാണാൻ. ഓക്കെ, അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രാം കയറി ഇവിടുന്ന് എവിടേക്കാ പോകണ്ടേ? ഇതിൻ്റെ മുഖത്ത് കണ്ടോ കുരുകൾ, അതങ്ങനെയാണ് എവിടെയെങ്കിലും പോകണം. This tram is for Safe Lucille North. The next station is Marina South. الترام متجه إلى سيف لوسيل. അങ്ങനെ നമ്മുടെ ട്രാം ഓടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാം എങ്ങോട്ടാണ് പോണത് എന്നാണ് പറഞ്ഞത്. സീഫ് ലുസൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് പോണത്. ഓക്കെ, ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ടത് മറീന നോർത്ത് പറഞ്ഞ സ്ഥലത്താണ്. മറീന നോർത്ത് നിന്ന് ഇറങ്ങി നമുക്ക് അവിടെ നിന്ന് നടക്കണം. ഓക്കെ, സോ ഇതാണ് അണ്ടർഗ്രൗണ്ട് ട്രാം, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഞാൻ കൊൽക്കത്തയിലൊക്കെ ഈ പുറത്തു കൂടെ ഓടുന്ന ഇതാണ് കണ്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ കാണുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് മറീന നോർത്ത് എത്താറായി, നമ്മളവിടെ ഇറങ്ങും. ഇറങ്ങിയ ശേഷം കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി മറീന നോർത്ത് എത്തി. ക്യാമറ അവിടെ മറീന നോർത്ത് എത്തി കേട്ടോ. പിന്നെ ഇവിടുന്ന് നടക്കണം അല്ലേ, ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം അവരൊക്കെ അവിടെ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം എന്താണ് എങ്ങനെയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടോ എന്നെ അത് നോക്കാം. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. സോ നമുക്കിത് എവിടൊക്കെയാണ് കേട്ടോ പോകാനല്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല, ബട്ട് നമുക്ക് പോകാനുള്ളത് അവിടെയാണ്. ഏതിൽ കൂടെ ഇപ്പോൾ നടന്ന് പോകേണ്ടത് നമുക്കറിയില്ല, ബട്ട് ഈ വ്യൂ അടിപൊളിയായിട്ട് കേട്ടോ അല്ലേ. പക്ക സിറ്റി. വേറെ സംഭവം അവിടെ ഒരു പൂവൊക്കെ ഉണ്ട്, ഈ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് പണ്ട് അമ്മയുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേര് എനിക്കറിയില്ല. അമ്മ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അറിയാം ഈ പൂവ് അതാണ്. ബ്യൂട്ടിഫുൾ. പോവാ നമുക്ക്. തോന്നുന്നുണ്ട് യെസ് ഇവിടെ ഇതുണ്ട്. ഇത് ഇല്ലിപ്പോ ഇതുണ്ടല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കെത്തിഫാൻ ഐലൻഡ് മറ്റേത് നമ്മൾ പോയത്. ഓക്കെ, എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി പ്ലേസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഈ ഭാഗം സീ ആണ് കേട്ടോ. ഇവിടെ ഒരു ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഫൗണ്ടെയിൻ പോലെ ഭയങ്കര നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഇത് അല്ലേ. ഇങ്ങനത്തെ എന്ത് പ്ലേസ് ഇവിടെ ഉണ്ടെങ്കിലും അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യും. സോ അത് വന്നിട്ട് വെൻഡമോളാണ്. കാണുന്നുണ്ടോ എനിക്കെന്നറിയില്ല. അവിടെ അടുത്തെത്ത് കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ അറിയില്ല, ആദ്യം ചോദിക്കേണ്ടി വരും. അതെ, ഇവിടുന്ന് നിക്കട്ടോ. എവിടാ? അതാണോ? ഓക്കെ, അതെ അടിപൊളിയായിട്ടില്ലേ. ഇത് വന്നിട്ടൊരു ഹോട്ടലാണ് കേട്ടോ. ചന്ദ്രക്കല പോലത്തെ ഷേപ്പാണ് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഈവനിങ് വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ. ഇനി ഒന്നും കൂടെ ലൈറ്റൊക്കെ ഇവിടെ ഒന്നും കൂടെ നന്നായി കത്തി വരുമ്പം ഇരുട്ടൊക്കെ വന്നാകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ആ അറ്റത്ത് കാണുന്നതാണ് എൻ്റെ മോൾ. സോ ഐ എം റിയലി എക്സൈറ്റഡ് അതിൽ കയറാൻ. എന്തായാലും നോക്കാം. നമുക്ക് അൺലിമിറ്റഡ് റൈഡാണ് അതിൽ കയറാനുള്ളത് അല്ലേ. നിങ്ങൾ എന്തിലെങ്കിലും കയറുമോ? നോക്കാം. ഓക്കെ, നോക്കാം. കാരണം എന്താ, അതേ ഒരു ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റ് പോകുന്നു. അവിടുന്ന് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. കൂന്നൊക്കെ പണ്ടല്ലേ. അതിൽ കേറുമ്പോ പിന്നെ ഒച്ച വരില്ലേ, അതാ എന്റെ രസമല്ലേ.
ഓക്കെ, ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണൂ കേട്ടോ. ഈ കാണുന്നതാണ് വെൻഡം മോൾ. ഇവിടുന്ന് ഇത്തിരി ദൂരെയാണ്, അതൊരു പാലസ് പോലെയാണ്. നെക്സ്റ്റ് ടൈം ഞാൻ കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അതും ബ്യൂട്ടിഫുൾ ആണ് ആ പ്ലേസും അല്ലേ. ഇവിടുന്ന് മെയിനായിട്ട് ഈ വ്യൂ അടിപൊളിയാണ്. എൻ്റെ ആ ചന്ദ്രക്കലയും ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ ആ ഭംഗി അത്ര അറിയില്ല, പക്ഷെ അല്ലേ നേരിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു പൂച്ച ഇവിടെ എത്ര നേരം മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതേ ദാ പൂച്ച. ഇത് സൂം ആവുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇന്നത്തെ ലൈറ്റ് ഇതാണ് നമ്മുടെ വെൻഡം മോൾ. ഉണ്ടോ, ഒരു പാലസ് പോലെ ഇല്ലേ, പാലസിന്റെ ലുക്കാണ്. അതിന്റെ ഉള്ളിൽ ഇനിയും കൊറേ ഷോപ്പ് ഉണ്ട്. ഇതൊരു മോളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കൊറേ നടന്ന് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. എസ്തെറ്റിക്. ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇതാണ് അൽ മഹ ഐലൻഡ് ലുസൈൽ. സോ ഈ ഐലൻഡിലാണ് ഈ സംഭവമൊക്കെ ഉള്ളത്. ഓക്കെ, ഈ ഫുൾ ഐലൻഡിനെ അൽ മഹ എന്നല്ലേ പറയാ. ഓക്കെ ഓക്കെ, നമുക്ക് ഇനിയിപ്പം എല്ലാം അങ്ങോട്ട് നടക്കാം. അവരും കൂടെ വന്നിട്ട് നമ്മൾ കേറുള്ളൂ അല്ലേ. ഇവിടെ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അതാണ് എൻട്രി പോകുന്നത്. അവിടെ കുറെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സ്ഥലമുണ്ട് അല്ലേ. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം നടന്ന് ഈ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ആ ഏരിയ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ എന്താ പറയുക, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ വിൻറ്റേജ് ടൈപ്പ് എന്താ പറയുക കാറുകൾ കുറേ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഷോയിനാണോ അതോ ഇനിയിപ്പോൾ ആരുടെയെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഏരിയയിൽ കുറേ പോഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലേസാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ലക്ഷൂറിയസ് ആയിട്ടുള്ള വണ്ടി ഒക്കെ ഇങ്ങനെ പോണ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നടന്ന് ആ റോഡ് അങ്ങനെ ക്രോസ് ചെയ്ത് ഈ സൈഡിലേക്ക് എത്തി. സോ ഏകദേശം നമ്മൾ ഈ ലുസൈൽ വിൻ്റർ വണ്ടർലാൻഡിലേക്ക് എത്താനായിട്ടോ. സോ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെടുന്ന സാധനമാണ്. ഓക്കെ, സോ ദിസ് ഈസ് ലുസൈൽ വിൻ്റർ വണ്ടർലാൻഡ്. ഇപ്പോൾ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നല്ല ക്രൗഡുണ്ട്. ഇന്ന് ഖത്തർ എയർവേസിന് വേണ്ടി മാത്രം തുറന്നു കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഖത്തർ എയർവേസ് സ്റ്റാഫിന്. സോ അവരുടെ തന്നെ കുറേ തിരക്കുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പോയി കാണാം കേട്ടോ. നമ്മൾ എത്തി അല്ലേ. എങ്ങനെയുണ്ട് സംഭവം സെറ്റപ്പ് ഒക്കെ? ഇവിടെ ഫുൾ ഇന്ന് ഇവിടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ.
കാരണം ഏകദേശം കുറേ പേർക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റെഫാനി ഫാമിലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിൽ പോകാൻ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അൺലിമിറ്റഡ് റൈഡ്സ് ആണെന്നാണ് പറയുന്നത്. കുറേ റൈഡ് ഉണ്ട്. ഇവിടുന്ന് കുറച്ച് കാണുന്നുണ്ട്, ഉള്ളിൽ വേറെ റൈഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. ഐ എം എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? എല്ലാത്തിലും കയറില്ലേ? നോക്കാം എത്രയിൽ കയറാൻ പറ്റുന്നുണ്ട്. സോ അവർ ഏകദേശം എത്താറായി എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ വിചാരിച്ചു ടിക്കറ്റ് എടുത്ത് ഫ്രണ്ടിൽ അവിടെ നിൽക്കാമെന്ന്. കാരണം ടിക്കറ്റിന് തന്നെ കുറേ ലൈൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ക്രൗഡ് വരുന്നുണ്ടായിരുന്നു. സോ ഇതിനെ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വേഗം ടിക്കറ്റ് എടുക്കാൻ പോയി. സോ അത് കാണേണ്ടതാണ് ടിക്കറ്റ് കൗണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടിക്കറ്റൊക്കെ എടുത്തിട്ട് കാണാം. കാരണം ഉള്ളിൽ വൈകി കയറി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഓക്കെ, skill games and arcade games, the one that has prizes is not included in this room. So for the receipt, just keep it with you in case there's a problem, just present it. Okay, thank you. താങ്ക് യു. ഓക്കെ, ഇതെവിടെ നോക്കട്ടെ. ഇതാണോ നമ്മുടെ ടിക്കറ്റ്? റിസ്റ്റ് ബാൻഡ് ആണോ? ഓക്കെ ഓക്കെ, എവിടെ നോക്കിയത്? നമുക്ക് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കിട്ടി. നമുക്ക് ബാൻഡായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ കെട്ടണം അല്ലേ? ഇതെന്താ? ഇത് പേയ്മെന്റ് ഏതൊക്കെ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പൊ നോക്കാം നമുക്ക്. ചേട്ടാ ഒരു ഹായ് പറയൂ. ഹായ് പറ. ഹായ് പറയാ. ഒരു ഹായ് പറയോ? ഹായ് പറ. ഹായ്. ആ അവിടെ അന്നം വിട്ട് നോക്കുകയാണ്. നമ്മുടെ ടീംസ് എല്ലാവരും എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും തന്ന റിസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കയ്യിൽ കെട്ടിയ ശേഷം നമ്മളിത് ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആ റിസ്റ്റ് ബാൻഡിലൊരു സ്കാനർ പോലത്തെ ഒരു സംഭവമുണ്ട്. സോ അത് നമ്മളിവിടെ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കടക്കണം. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താണെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കയറി. ഓക്കെ, സോ ദിസ് ഈസ് ലുസൈൽ വിൻഡോ വണ്ടർലാൻഡ്. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ? ഇത് കയറിയപ്പോൾ തന്നെ എല്ലാത്തിലും കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് ഇതിലൊക്കെ കയറേണ്ടത് എന്നുള്ളത്. സോ അവിടെ ഒരു മാപ്പൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്, എവിടേക്ക് എങ്ങനെയൊക്കെ പോകേണ്ടതെന്നുള്ളത്. ഇത് മെരി ഗോ റൗണ്ടായിരുന്നു. സോ ഇതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് കയറിയത് കേട്ടോ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈഡിലൊക്കെ കയറുമ്പോൾ ക്യാമറയെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ കയറുന്നത് കാണുമെന്നൊന്നും എനിക്കറിയില്ല. സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് കയറിയത് നമ്മൾ ഈ ഒരു ഊഞ്ഞാലിലാണ്. സോ അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് കയറിയത് ഈ ഒരു റൈഡിലായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ആ സർക്കിൾ ചെയ്ത ഭാഗമാണ് ഞങ്ങൾ കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു.
here. Welcome to Jingle Zoo. We are not allowing any loose items. Bags, mobile phone, eyeglasses, tab. All your loose items, we have white box here. Place to the white box, please. അങ്ങനെ ആ റൈഡിൽ നിന്ന് ഇറങ്ങി. അത് അടിപൊളി റൈഡായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ ഇത്തിരി പേടിയാവുന്നില്ല, പക്ഷേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഓരോന്ന് എറിഞ്ഞ് വീഴ്ത്തുക, ആ ഡോളിനെ എടുത്തിട്ട് പോവുക, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇങ്ങനെ സൈഡിൽ കുറേ എൻ്റർടൈൻമെൻറ്റ് പരിപാടി കുട്ടികൾക്ക് ആയിട്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കണ്ടു. അങ്ങനെ പരിപാടികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ അതിൽ കൂടെയൊക്കെ നടന്നു പോയപ്പോൾ കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. പിന്നെ പലതരം ഫ്ലവേഴ്സ് അങ്ങനെ കിട്ടുന്ന കുറേ ഇങ്ങനെ സ്റ്റോളുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടിട്ട് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഫ്ലവേഴ്സ്, പിന്നെ ഫുഡ് സ്റ്റോൾസ്, കോഫി, ചായ, എന്ത് വേണമെങ്കിലും കിട്ടും. പക്ഷെ എന്താ, നല്ല കോസ്റ്റ്ലിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടികൾ. അതിനുശേഷം നമ്മൾ നേരെ കയറാൻ പോയത് റോളർ കോസ്റ്ററിലാണ്. പിന്നെ ഈ ഒരു റൈഡ് കണ്ടോ, ഇത് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ടപ്പേന്ന് താഴേക്ക് ഇടും. അപ്പോൾ അതിൽ കയറാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ ഓവർ ധൈര്യം വന്നില്ല. പിന്നെ നമ്മൾ കയറിയത് റോളർ കോസ്റ്ററിലാണ്. സോ ഇതാണ് നമ്മൾ കയറിയ റോളർ കോസ്റ്റർ. അതിൽ നിന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഊപ്പാടിളക്കി. പിന്നെ ഇങ്ങനെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. ഇത് 360 ഡിഗ്രി ഇങ്ങനെ പോകണ എന്തോ സംഭവമാണ്. ഇങ്ങനെ പോയിട്ട് മേലെ കുറച്ച് നേരം നിർത്തും, നമ്മളെ മൊത്തത്തിൽ അതിങ്ങനെ കറക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരും. പിന്നെ ഇപ്പോൾ കണ്ട ഒരു പരിപാടി, ഇങ്ങനെ ഡ്രമ്മൊക്കെ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പാർട്ടി ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് റെയിൻഡിയർ, പിന്നെ ഒന്ന് പോളാർ ബെയർ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റായി സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും ഒരു ഗെയിമാണ്. നമുക്ക് ആ ബോർഡിലേക്ക് ബോൾ അടിച്ചിട്ട് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അപ്പം നമുക്ക് ഈ കാണുന്ന ബൊമ്മ കണ്ടോ, അവിടെ കണ്ടതിൽ ഏറ്റവും വലിയ സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ അത്. ഇപ്പോൾ റെഡ് ബോൾ അതിൻ്റെ ഉള്ളിൽ വീഴ്ത്തി കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്തു, പക്ഷേ ലാസ്റ്റ് പാളിപ്പോയി. ഓൾ ദി ബെസ്റ്റ്. This trial, huh? മേലേക്ക് അടിക്കണം. നമ്മുടെ കളിയല്ലേ? ഓ, എന്തിനുണ്ട് മേലേക്ക് അടിക്കാനാ പറയുന്നത്. അയ്യോ അയ്യോ, ഒരെണ്ണം മേലെ പോയി, ഞാൻ മേളിലിട്ടോ ഓ, 30 രൂപ പോയി. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 2-3 പയ്യന്മാരുണ്ടായിരുന്നു. അവർ കളിച്ച് കുറേ എണ്ണം അങ്ങനത്തെ ജയിച്ചിട്ട് പോയി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഷമമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ അറ്റ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റാണ് നമ്മൾ ഈ ജയൻറ്റ് വീലിൽ കയറാൻ പോയത് കേട്ടോ. ജയൻറ്റ് വീലിൽ കയറിയിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിങ്ങനെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ റൗണ്ട് ഇങ്ങനെ അടുപ്പിക്കും, എന്നിട്ട് താഴെ കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ എന്താ പറയുക, നല്ല ഫോഴ്സിലൊന്നും സംഭവം പോവില്ല, മെല്ലെ പോവുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ മെല്ലെ കയറി ഇത്തിരി ബോറൊക്കെ അടിച്ചു വിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മേലേന്ന് ഫുൾ സിറ്റി വ്യൂ ഇതിൻ്റെ കാണാൻ പറ്റും. അതൊരു നല്ല ഭംഗിയുള്ള ഒരു പരിപാടിയായിരുന്നു. മൊത്തത്തിൽ നമുക്ക് മേലേന്ന് എല്ലാം കാണാം. വെൻഡമോള് കാണാം, അപ്പുറത്തെ ലൂസേൽ സിറ്റി കാണാം, ഈ പാർക്കിൻ്റെ മേലെ ഭാഗം എല്ലാം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡോ ഒക്കെ ഒന്ന് ഇത്തിരി തുടച്ചിട്ടായതാണെങ്കിൽ ഇത്രയും കൂടെ ക്ലിയറായി കണ്ടതിന് അത്രയും ഒരു ഇതുണ്ടായിരുന്നുള്ളൂ.
പക്ഷേ ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു മേലേന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചതേ കണ്ടില്ലേ, ഇത് ഏറ്റവും ടോപ്പ് വ്യൂ ആണ്. ഏറ്റവും മേലെ എത്തിയപ്പോൾ നമ്മൾ കണ്ട ഒരു വ്യൂ ആണ്. സോ ഇത് നമ്മുടെ ലുസൈൽ സിറ്റി എന്നൊക്കെ പറയാം. ലുസൈൽ സിറ്റി ആ ഭാഗമൊക്കെ ആണ് ഇതൊക്കെ. അപ്പോൾ നല്ല ഭംഗിയില്ലേ, നൈറ്റ് വ്യൂ ആണ് ഇവിടെ ഏറ്റവും അടിപൊളി. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് വരികയാണ്. മെല്ലെ 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 താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കയറിയത് എന്താ പറയുക, താഴെ ഇറങ്ങിയിട്ട് മറ്റേ മേരി ഗോ റൗണ്ടിലാണ്. അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് കയറിയത്. ആകെ 5-6 റൈഡ് എങ്ങാണ്ടേ നമ്മൾ കയറിയുള്ളൂ. കാരണം ബാക്കിയെല്ലാം കുട്ടികൾക്കുള്ള റൈഡ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ ബാക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കയറിയത് മേരി ഗോ റൗണ്ട് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ണ് വെച്ചതായിരുന്നു ഇതിൽ കയറണം എന്നുള്ളത്. അപ്പോൾ ഞാനും സ്റ്റെന്നിയും മാത്രമേ കയറിയുള്ളൂ. ഫസ്റ്റ് തന്നെ ഇപ്പുറത്തെ കുതിരയിൽ കയറിയിരുന്നു. അപ്പുറത്തെ ആൾ വന്ന് പറഞ്ഞു ലാസ്റ്റിൽ നിൽക്കാൻ പറ്റില്ല, ഇടയിൽ കയറിയിരിക്കണം. അതാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇടയത്തെ കുതിരയിൽ കയറിയിരുന്നു. അങ്ങനെ കയറിയിരുന്നത് സ്റ്റാർട്ടാവാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം മേലെ കയറിയിരുന്നു. എന്തായാലും ഇപ്പുറത്തെ സൈഡിലിരുന്നാലും കുറച്ചും കൂടെ നന്നായി നമ്മൾ കണ്ടേ തന്നെ. പക്ഷേ അവർ സമ്മതിച്ചില്ല. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലേ. നമ്മൾ അപ്പോൾ അത് സ്റ്റാർട്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ കണ്ടോ, ഞാനും സ്റ്റെന്നിയും കുതിരയിൽ ചാടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോൾ കുട്ടികൾക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും കയറാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു റൈഡിൽ കയറിയപ്പോൾ നമുക്ക് ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. നല്ല സുഖമുള്ള ഒരു റൈഡായിരുന്നു. എന്തായാലും നല്ല എൻജോയ്മെൻറ്റ് ഉള്ളൊരു നൈറ്റായിരുന്നു. എന്തായാലും ഇതിനൊക്കെ താങ്ക് യു നമ്മൾ ഖത്തർ എയർവേസിനോട് പറയുന്നു. കാരണം അവരുടെ കാരണമാണ് നമുക്കിങ്ങനെ ഒരു ഫ്രീ എൻട്രി അൺലിമിറ്റഡ് റൈഡ്സൊക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടാറ്റ പറയുകയാണ് ലുസൈൽ വിൻ്റർ വണ്ടർലാൻഡിനോട്. അങ്ങനെ നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള ട്രാം വഴി തിരിച്ച് എങ്ങനെ വന്നു അങ്ങനെ തന്നെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അന്ന് ഞങ്ങൾ വന്ന് പിന്നെ എനിക്ക് ഔട്ട്റോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി 12:30 കഴിഞ്ഞു നമ്മൾ റൂമിലെത്തുമ്പോൾ തന്നെ. റൂമിലും 12:30 അല്ല കേട്ടോ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മണി 1:15 ഞങ്ങൾ എത്തുമ്പോൾ. അപ്പോൾ ഈ പാർക്ക് അടയ്ക്കണത് ഒരു 12 മണിക്ക് എങ്ങാണ്ടാണ്. പക്ഷെ ഞങ്ങൾ അതിന് മുന്നേ ഇറങ്ങി. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെ റൈഡിൽ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈഡിൽ കയറുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്യാമറയൊന്നും നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ബാഗൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് കൊടുക്കണം, സൈഡിൽ എവിടെയെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഒരു കബോർഡ് പോലെ ഉണ്ടാവും അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ നമുക്ക് ഉള്ളിലിരുന്നിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളാകെ കയറിയത് 5 റൈഡിലായിരുന്നു. ഒന്ന് വന്നിട്ട് ആ ഫസ്റ്റ് വൺ ഇങ്ങനെ തിരിയണ ഒരു സംഭവം, ഒരു സ്വിങ് പോലത്തെ. പിന്നെ രണ്ടാമത്തെ കയറിയത് ഒരു കാറ് പോലത്തെ സംഭവമായിരുന്നു. പിന്നെ ജയൻറ്റ് വീല്, പിന്നെ റോളർ കോസ്റ്റർ, പിന്നെ വന്നിട്ട് ലാസ്റ്റ് മേരി ഗോ റൗണ്ട്, ആ കുതിര. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് കയറിയത്. പിന്നെ കുറേയൊക്കെ കുട്ടികൾക്കുള്ള റൈഡ്സൊക്കെയാണ്. അതിലൊന്നും ഞങ്ങൾ കയറാൻ പോയില്ല. പിന്നെ കുറേ റൈഡ്സൊന്നും ഓപ്പൺ ആയിരുന്നില്ല ഒന്നും. പിന്നെ കൂടുതലും ഈ ഷോപ്സാണ് ഉള്ളത്. ലൈക്ക് ഗെയിംസൊക്കെ കളിച്ച് ആ സംഭവം ജയിക്കുന്നുണ്ടല്ലോ, സോഫ്റ്റ് ടോയ്സൊക്കെ, അതൊക്കെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഇങ്ങനെ മേലെ കൊണ്ടുപോയിട്ട് താഴേക്ക് ഒറ്റ ഇടലിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റോളർ കോസ്റ്റർ നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മുടെ ഊപ്പാടിളകി. അതിനുശേഷം എല്ലാവരും നല്ല ടയേർഡായി റോളർ കോസ്റ്ററിൽ കയറിയ ശേഷം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും പോകാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നടന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. സോ അത്ര ഉണ്ടായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ ഇപ്പം എന്താ പറയാനില്ലേ, ഇതൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ, ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതാരെങ്കിലും കാണുന്നവരുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. എന്നാലും എൻ്റെ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.